സ്വാഗതം റിസാല അപ്ഡേറ്റ് ദ ഇടം ഇൻട്രാക്ഷൻസിലേക്ക്. നമ്മൾ വീണ്ടും ഇറാനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അമേരിക്ക ഇന്നലെ ഇറാനിലെ 3 കേന്ദ്രങ്ങളിൽ വലിയ ആക്രമണം നടത്തി. ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, അതുപോലെ ഇസ്ഫഹാൻ, ഈ 3 കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ, വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഇറാൻ്റെ വ്യോമ പരിധിക്കകത്ത് കടന്നു കയറുകയും ഈ 3 കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിക്കുകയും, ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളോ മറ്റ് സാമഗ്രികളോ മാത്രമല്ല, ഭൂഗർഭ അറകൾ കൂടി നശിപ്പിക്കാൻ ശേഷിയുള്ള ബോംബറുകൾ വർഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ആക്രമണം നടത്തുകയും പ്രിസിഷൻ അറ്റാക്കായിരുന്നു, അതായത് കൃത്യമായ സ്ഥലം നോക്കി ആക്രമണം നടത്തി ആ വിമാനങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത് എന്ന് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, അവകാശപ്പെടുകയും ചെയ്തു. ഈ ആക്രമണം സ്വന്തം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നു. നിലവിൽ തന്നെ ഇസ്രായേൽ ആരംഭിച്ച അതിക്രമത്തെ കൂടുതൽ അധികരിപ്പിക്കുന്നതാണ് അമേരിക്കയുടെ നടപടി എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നു. മേഖലയിലെ സംഘർഷ സാഹചര്യം ഒരുപക്ഷെ കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. നമുക്കൊപ്പമുള്ളത് ഡോക്ടർ ജോസഫ് ആൻ്റണിയാണ്. സ്വാഗതം സാർ. നമ്മൾ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം സംസാരിച്ചപ്പോൾ അമേരിക്ക അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളൊന്നും അറിയില്ല, ഇസ്രായേൽ ഏകപക്ഷീയമായ ഒറ്റക്കെടുത്ത തീരുമാനമാണ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഞാനിപ്പോൾ ഉടനെ ആക്രമണം നടത്തുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടേ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആക്രമണം നടത്തുന്നു. ഇത് മൊത്തത്തിൽ കാണുമ്പോൾ നേരത്തെ തീരുമാനിച്ച് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തൊരു പ്രോജക്റ്റ് അതങ്ങ് നടപ്പാക്കിയെടുക്കുന്നു. ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരം എന്നുള്ളത് ഞങ്ങൾ പരിഗണിക്കുന്നൊരു വിഷയമേ അല്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ലോകത്തോട് വിളിച്ചു പറയുന്നു. അങ്ങനെ കാണണ്ടേ നമ്മളിതിനെ? ഈ നസ്രത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. എന്നതുപോലെ ഈ അമേരിക്കയിൽ നിന്ന് പിന്നെന്താ പറയുന്നത്, ഈ അന്തർദേശീയ നിയമങ്ങൾ അനുസരിക്കലെന്നോ മനുഷ്യാവകാശമെന്നോ സമാധാനമെന്നോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല. കാരണം അമേരിക്ക ഉണ്ടായ കാലം മുതൽ, അമേരിക്ക ഉണ്ടായത് തന്നെ പിന്നെ അവിടുത്തെ അബോറിജിൻസ് ആയിട്ടുള്ള ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിക്കൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ രാജ്യത്തിന്റെ ഉത്ഭവഭാവം, ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ആ ഉത്ഭവഭാവം എന്ന് പറയുന്ന പാപം പോലെയുള്ള ഈ ഉത്ഭവം തന്നെ പാപത്തിൽ തുടങ്ങിയ ഒരു രാജ്യമാണ് അമേരിക്ക. സിയാറ്റിൽ മൂപ്പന്റെ കത്ത് അവിടെ ഉണ്ട്. അതെ. അപ്പൊ ആ ഒരു തരത്തിൽ മനുഷ്യാവകാശങ്ങളോടോ മനുഷ്യരോടോ യാതൊരു വിധത്തിലുള്ള ആദരവോ അന്തർദേശീയ തലത്തിലുള്ള ബഹുമാനമോ ഇതുവരെ ചരിത്രത്തിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. നമുക്കറിയാമല്ലോ, ഈ ഇപ്പോൾ ആണവ വിഷയം നടക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ആണവായുധം ഉപയോഗിച്ച് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള രാജ്യം, അത് അമേരിക്കയാണ്. മനസ്സിലെ അത് യുദ്ധം പരാജയപ്പെട്ട് പൂർണ്ണമായും ഏതാണ്ട് കീഴടങ്ങി കഴിഞ്ഞ ഈ ജപ്പാന്റെ മുകളിലാണ് 2 ആണവ ബോംബുകൾ പരീക്ഷിച്ച് ഇതിന്റെ പ്രയോഗം മനസ്സിലാക്കിയത്. അപ്പൊ അത്തരത്തിൽ, അതായത് മനുഷ്യവംശത്തിനോട് ഇപ്പോഴും ഈ ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോഴും അമേരിക്കയോട് പൊറുത്തിട്ടില്ല. അക്കാര്യത്തിൽ ഈ ഹിബാകുഷകൾ നമുക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ തവണ സമാധാനത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയത് അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നോക്കുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്കാണ്. അപ്പൊ ഈ തരത്തിൽ ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ആൾരൂപമായി ട്രംപ് മാറിയിട്ടുണ്ട്. അത് ആ രാജ്യത്തിന്റെ പോളിസിയാണ്. ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നു എന്നുള്ളത് ഡിപ്ലോമസിയിൽ നമ്മൾ പറയാറുണ്ട് എങ്കിലും ഒരു രാജ്യത്തിന്റെ നയമായി മാറിയിരിക്കുന്ന രാജ്യമാണ്, നയമാക്കിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വാസ്തവത്തിൽ ഇപ്പോ നടക്കുന്ന ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് കൂടി വിത്തിട്ടത് അമേരിക്കയാണ്. എങ്ങനെ അമേരിക്ക വിത്തിട്ടു? 1953 അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദെഖ് എന്ന് പറയുന്ന പുരോഗമനവാദിയായിട്ടുള്ള ഭരണാധികാരി, അദ്ദേഹം അവിടുത്തെ ഓയിൽ മേഖലയെല്ലാം നാഷണലൈസ് ചെയ്തു. ആ രാജ്യത്തിന് വേണ്ടി ഗുണകരമായ തരത്തിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിൽ നാഷണലൈസ് ചെയ്തപ്പോൾ CIA ഉപയോഗിച്ച്, അമേരിക്കൻ ചാരസംഘടനയായ CIA ഉപയോഗിച്ച് അദ്ദേഹത്തെ അട്ടിമറിച്ചതാരാ? അമേരിക്കയാണ്. അന്ന് അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് റസ പൗലവി എന്ന് പറയുന്ന പൗലവി കുടുംബത്തിന്റെ കയ്യിൽ ഈ ഭരണകൂടത്തെ ഏൽപ്പിച്ചു കൊടുത്തത്, രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. അവരുടെ തോന്നിവാസത്തിന്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ നടന്നത്. അപ്പൊ ആരാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ? അമേരിക്കയാണ്. അതായത് ഇന്ന്
ഇന്ന് ഈ അമേരിക്ക ഈ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ നടത്തിയതിന്റെ കാരണം, അതിന്റെ അടിസ്ഥാന കാരണം, അതിന് വിത്തിട്ടത് ഒരു ജനാധിപത്യപരമായി പുരോഗമനപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തെ, ആ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചത് തന്നെ ജനാധിപത്യം, ലോകത്തിലെ ഞങ്ങൾ ഒന്നാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മെസാദക് എന്ന് പറയുന്ന ആളിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. അത് അവിടെ മാത്രമല്ല, ലോകത്തിലെ ഒരുപാട് ചിലിയിൽ അലന്റെയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. ആഫ്രിക്കയിലെ നിരവധി ഭരണകൂടങ്ങളെ, പുരോഗമനപര സ്വഭാവമുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു. എന്ന് മാത്രമാണോ, ഈ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഏകാധിപതികളെ നിലനിർത്തുന്നതും അമേരിക്ക. അപ്പൊ ഒരു വശത്ത് ഈ മുല്ലപ്പൂ കച്ചവടം മൂത്രപ്പുരയിൽ വാസം എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതൊക്കെ ജനാധിപത്യവും മനുഷ്യാവകാശവും, ചെയ്യുന്നതുമൊക്കെ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ ധ്വംസനവും എന്നുള്ളത് ഒരു കലയായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്ക പറയുന്നതൊന്നും നമുക്ക് വാസ്തവത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രോക്സിയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ. ഒരു സെക്കൻഡ്, ഒരു മണിക്കൂർ കൊണ്ട് പറയാണ് നിങ്ങൾ ഇപ്പൊ നിർത്തിക്കൊള്ളണം എന്ന് അമേരിക്ക പറഞ്ഞാൽ നിർത്താവുന്നതേ ഉള്ളൂ. കാരണം അത്രമാത്രം ദുർബലമായ, ഈ സാമ്പത്തികമായി ദുർബലമായ, സൈനികമായി ദുർബലമായ അതായത് രാജ്യമാണ് ഇസ്രായേൽ. ഇവരുടെ സഹായം, രാഷ്ട്രീയ സഹായം, സൈനിക സഹായം, സാമ്പത്തിക സഹായം, ഇതെല്ലാം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പൊ തന്നെ ഈ യുദ്ധം നടന്നതിന് ശേഷം എത്രയോ തവണ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ്, അദ്ദേഹം പ്രഗത്ഭനാണ്, അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹം കഴിവുള്ളവനാണ്, അദ്ദേഹമാണ് ഞങ്ങളുടെ സപ്പോർട്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അമേരിക്ക ഇടപെടണം. അതായത് പുകഴ്ത്തലിൽ വീണു പോകുന്ന, അതായത് എത്രത്തോളം ഇപ്പൊ ട്രംപിനെ പുകഴ്ത്തുന്ന ട്രംപ് വീഴും. അപ്പൊ ട്രംപിന് നമ്മുടെ ഇപ്പോ പാകിസ്ഥാന്റെ ജനറൽ അസീം മുനീർ എന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹമാണ് ലോകത്തിൽ ഈ സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടേണ്ട ഒന്നാമത്തെ ആള്. അപ്പൊ ട്രംപ് പറഞ്ഞെന്താ, അവരെനിക്ക് തരില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഈ തരത്തിൽ എങ്ങനെയൊക്കെ പുകഴ്ത്താമോ ആ പുകഴ്ത്തലിൽ വീണു പോകുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, നമ്മളെ വിഷയത്തിൽ മാറിപ്പോണ്ടാണ്. പിന്നെ പറഞ്ഞു വരുന്നത്, ഈ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേല് ഇറാനെതിരെ ജൂൺ മാസം 13 ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ടുള്ള റൂബിയോ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തത്, ഞങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ടല്ല ചെയ്തത്, ഞങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടല്ല. ഇറ്റ് ഇസ് എ യൂണിലാറ്ററൽ ആക്ഷൻ ബൈ ഇസ്രായേൽ. ഏകപക്ഷീയമായ, ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണമാണെന്ന് പറയും. ലോകത്ത് നമ്മൾ പറയല്ലോ, സാധാരണ അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കത്തില്ല ഈ പറഞ്ഞ വാചകമാണ്. കാരണം അമേരിക്കയുടെ അറിവോ സമ്മതമോ പിന്തുണയോ ഇല്ലാതെ ഇസ്രായേലിന് അനങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ നടത്തി. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്, ഞാനിതാ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 2 ആഴ്ച സമയം നൽകുന്നു ഈ ഒരു തീരുമാനമെടുക്കാൻ, അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ സമാധാനത്തിലേക്ക് വരാം. 2 ദിവസം കഴിയുന്നതിന് മുമ്പാണല്ലോ ഈ ആക്രമണം നടത്തിയത്. 2 ദിവസം കഴിയുന്നതിന് മുമ്പാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ പറയുന്നത് എന്താ, കൺസിസ്റ്റൻസിയാണ്. ഈ അഭിപ്രായങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് മെച്ചപ്പെട്ട ഒരു ഭരണാധികാരിയുടെ സ്വഭാവം. അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരിയല്ല ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമുക്കറിയാം. നമ്മളതുകൊണ്ടാണല്ലോ ഈ ഇമ്പൾസീവ് പ്രസിഡന്റ്, അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അത് അദ്ദേഹം ഒരു കലയായി, അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കി അതിന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹം ഈ 2 ആഴ്ച പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെയോട് കൂടിയിട്ട് അമേരിക്കൻ ക്യാമ്പുകളിൽ നിന്നും B-2 ഫൈറ്റർ ജെറ്റുകൾ ഈ മേഖലയിട്ട്, ഗ്വാം എന്ന് പറയുന്ന മേഖലയിലോട്ടും ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന മേഖലയിലോട്ടും വന്നു. അതിനു മുമ്പായിട്ട് വലിയ വിമാനങ്ങൾ, ഈ ഇന്ധനം നിറയ്ക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള വിമാനങ്ങൾ അതിനു മുമ്പ് വന്നു. അതോടൊപ്പം ഫൈറ്റർ ജെറ്റുകൾ വന്നു. അതിന് പിന്നാലെ B-2 ബോംബറുകൾ, ഫൈറ്റർ ജെറ്റുകൾ വന്നു. അതിന് പിന്നാലെ ഈ വീക്ക്ലി റെസ്റ്റ് എന്ന് പറയുന്ന, ഈ പ്രസിഡന്റുമാര് ആഴ്ചയുടെ അവസാനം റെസ്റ്റ് എടുക്കാൻ പോകുന്ന, അവരുടെ ഫ്ലോറിഡയിലോട്ടൊക്കെ പോകുന്ന, അത് റദ്ദാക്കിക്കൊണ്ട് ഇന്നലെ തന്നെ ട്രംപ് തിരിച്ചു. അപ്പൊ ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നു. എങ്കിൽ പോലും ഇതൊക്കെ ചിലപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായിരിക്കാം. ഇറാന് മേൽ സമ്മർദ്ദം നടത്തി ഒരു ചർച്ചയുടെയും ഒരു കരാറിന്റെയും ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കാം എന്ന് ലോകം വിശ്വസിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് വെളുപ്പാൻ രാവിലെ നമ്മൾ കണ്ടത്, ഇറാന്റെ നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന 3 ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഈ ബങ്കർ ബസ്റ്റർ വിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തിക്കൊണ്ട് വിജയകരമായി പോയി എന്ന രാവിലെ ആയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞങ്ങളുടെ
ഒരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയത്. ഈ ആക്രമണം കൊണ്ട് ഞങ്ങൾ ആക്രമണം നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. വേറെ പല സ്ഥലങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാനോ മറ്റ് പ്രകോപനങ്ങൾക്കോ തുടർന്നാൽ ഞങ്ങളുടെ തിരിച്ചടി കൂടുതൽ ശക്തമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആക്രമണം നടത്തുമ്പോൾ തന്നെ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ അതിശക്തമായ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തിന്റെ പിന്നെ എന്താണ് അതിർത്തി ഭേദിച്ചുകൊണ്ട് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ആക്രമണം നടത്തണമെങ്കിൽ അതിന് കോൺഗ്രസിന്റെ അമേരിക്കൻ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. അങ്ങനെ ആ അപ്രൂവൽ ലഭിക്കാതെയാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ സെനറ്റർമാരും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സെനറ്റർമാരും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സർവ്വസൈന്യാധിപനാണ്, സർവ്വസൈന്യാധിപന് ഒരു അടിയന്തര ഘട്ടത്തിൽ വേണമെങ്കിൽ ആക്രമണം നടത്താനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അവിടെ സാധാരണഗതിയിൽ ഒരു വിദേശകാര്യ നയത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വം അവരാരും വിമർശിക്കത്തില്ല. ആദ്യത്തെ ഘട്ടത്തിൽ വിമർശനം ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പൊ തന്നെ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ടാവുന്നു. രണ്ടാമത് ഇറാന്റെ ഭാഗം എടുത്താൽ, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന 2 വിഭാഗത്തിന്റെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, അവിടുത്തെ ആണവോർജ ഏജൻസി, ഇറാന്റെ ആണവോർജ ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഫലമായി ഇവിടെ ആണവ വികിരണം ഉണ്ടായിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അവർ പറയുന്നു ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ ഈ ആണവ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന, അത് നദാൻസിലും പിന്നെ ഇസ്ഫഹാനിലും ഫൊർദോയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന എല്ലാ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണവ വികിരണം ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ തരത്തിൽ എൻറിച്ച്ഡ് യുറേനിയം മറ്റു സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് വലിയ ഫലം ഉണ്ടാകത്തില്ല. കാരണം കുറച്ച് 2, 3, 4 വർഷത്തേക്ക് ഇത് താമസിപ്പിക്കാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇത് പോവില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഒരു സ്വതന്ത്രമായ ഏജൻസി ഇത് പറയുന്നവരെ ഇതൊന്നും നമുക്ക് വാസ്തവത്തിൽ മുഖവിലേക്ക് എടുക്കാനും പറ്റില്ല. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ നേരെ നടത്തിയ വളരെ ക്രൂരമായ വിനാശകരമായ ആക്രമണമാണ്, ഞങ്ങളുടെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രതികരിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറാനിൽ നിന്നും വരുന്ന വാർത്തകൾ ഇതാണ്. പക്ഷെ നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ആക്രമണം നമുക്ക് സംഘർഷം ഉണ്ടാക്കുന്നത്. നമുക്ക് സംഘർഷം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങൾ. ഒന്ന്, അപ്പൊ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചത് ഞങ്ങളെ അമേരിക്ക ഈ വിഷയത്തിൽ ആക്രമിച്ചാൽ ഞങ്ങൾ അമേരിക്കയുടെ ഈ പശ്ചിമേഷ്യയിൽ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഇറാഖിലെ, കുവൈറ്റിലെ, ഖത്തറിലെ, ബഹ്റിനിലെ അങ്ങനെ UAE ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ 19 അമേരിക്കൻ മിലിറ്ററി ബേസുകളുണ്ട്. അവിടെ 40,000-ഓളം പട്ടാളക്കാരുണ്ട്. ഇവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന പറഞ്ഞിട്ട് ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളുടെ സേനകളെ ആക്രമിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും അമേരിക്ക അതിശക്തമായി ആക്രമിക്കുമെന്നുള്ള സംശയമില്ല. ഇപ്പോൾ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ ഒരുപാട് ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇറാന്റെ ഈ ആകാശ മേഖല പൂർണ്ണമായും തുറന്നു കിടക്കുക. അവിടെ അതിലൂടെ വരുന്ന ഒരു ആക്രമണവും പ്രതിരോധിക്കാനുള്ള ശേഷി നിലവിൽ ഇറാനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണങ്ങൾ ഇവിടെ തടയപ്പെടാതെ ഇവിടെ വന്ന് വീഴുന്നത്. അതുപോലെ തന്നെ ഇന്ന് വളരെ സ്വതന്ത്രമായി അമേരിക്കൻ വിമാനങ്ങൾ ഇറാൻ എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത്, മധ്യഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ നദാൻസിന്റെ വടക്ക് ഭാഗത്ത് ഫോർദോ, തെക്ക് ഭാഗത്ത് ഇസ്ഫഹാൻ, ഇങ്ങനെയുള്ള 3 അടുത്തടുത്ത് ഒരു നേർവര പോലെ കിടക്കുന്ന 3 പ്രദേശങ്ങളാണിത്. അപ്പൊ ഈ പ്രദേശങ്ങളിൽ കടന്നു കയറി ആക്രമണം നടത്താൻ കഴിഞ്ഞത് ഈ വ്യോമ മേഖല തുറന്നു കിടക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ ഈ പറഞ്ഞ തരത്തിലുള്ള സാമ്പത്തിക കാരണങ്ങളാൽ ഇവർക്ക് ഇതിനെയൊന്നും മോഡേണൈസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നടക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇറാൻ അമേരിക്കയുടെ ഇത്തരം മിലിറ്ററി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ അമേരിക്ക തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ മുതലായ രാജ്യങ്ങളെല്ലാം GCC രാജ്യങ്ങളാണ്. ആ GCC രാജ്യങ്ങളുടെ നേതാവ് സൗദി അറേബ്യ.
സൗദി അറേബ്യ ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ പറഞ്ഞു, ഇറാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയിരിക്കുന്നത് വലിയ ആക്രമണമാണ്, ഈ ആക്രമണത്തെ ഞങ്ങൾ ചെറുക്കുന്നു, ഞങ്ങൾ അപലപിക്കുന്നു, ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇറാനോടൊപ്പം നിൽക്കും എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇറക്കിയത്. എന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പുകളെയാണ് ആക്രമിക്കുന്നതെങ്കിലും ഈ രാജ്യങ്ങളിലെ മിലിറ്ററി ക്യാമ്പുകളെ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യക്ക് ഇറാനെതിരെ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരാം. സൈനികമായി പ്രതികരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് വരാം. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിടവ് വലുതാവുന്ന ഒരു ഘട്ടം വരും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ ഒരു ഫ്രണ്ടിൽ തന്നെ കൃത്യമായി യുദ്ധം ചെയ്യാനായിട്ട് ഇറാന് കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധമേഖല കൂടി തുറക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളതാണ്. അതിന് ഉള്ള രാഷ്ട്രീയ ഇമ്പാക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നുള്ളൊരു കാര്യം, ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക? അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം, അത് കുവൈറ്റ് ആവട്ടെ, ബഹ്റിൻ ആവട്ടെ, ഖത്തർ ആവട്ടെ, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പിന്നെ ആക്രമണം നടത്തുമ്പോൾ, അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഹോർമുസ് കടലിടുക്കിൽ അത് ഉപരോധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കെല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ 90 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. ഈ 90 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. നമ്മുടെ അവിടുന്ന് ആ പ്രദേശത്ത് നിന്ന് $40 ബില്യൺ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 90 ലക്ഷം ജോലിക്കാർ ജോലി ചെയ്യുന്ന ഈ പറയുന്ന പശ്ചിമേഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം അസമാധാനം നിലവിൽ വരികയും, ഇപ്പൊ തന്നെ നമുക്കറിയാം ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നമ്മുടെ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. അപ്പൊ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. ഈ പ്രദേശത്തു നിന്നുകൂടി നമ്മുടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിശക്തമായി ബാധിക്കും, സാമൂഹ്യ വ്യവസ്ഥയെ ശക്തമായി ബാധിക്കും. അതുപോലെ ഈ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിന്റെ ആകെയുള്ള എണ്ണ സഞ്ചാരത്തിന്റെ 20% അതിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹൂതി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങള് ഇനി ഇസ്രായേലിന്റെ ഈ ചെങ്കടലിലൂടെ വരുന്ന പിന്നെ എല്ലാ കപ്പലുകളെയും, ഈ ഇസ്രായേലിന്റെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെങ്കടലിൽ ഈ ഹൂതികൾ ആക്രമണം നടത്തുന്നു, പേർഷ്യൻ ഗൾഫിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. ഈ രണ്ട് സുപ്രധാനങ്ങളായിട്ടുള്ള ചോക്ക് പോയിന്റും കടലിടുക്കിലും സംഘർഷമുണ്ടായാൽ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല പശ്ചിമേഷ്യൻ മേഖലയാണ്. ആ പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്തവരും എണ്ണ ഇറക്കുമതി ചെയ്യാൻ മറ്റു സോഴ്സുകളെ കാണേണ്ടി വരും. അപ്പൊ എണ്ണവില വർദ്ധിക്കും, സ്വർണ്ണവില വർദ്ധിക്കും, പിന്നെ ഓഹരി വിപണി ഇടിയും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും ലോകത്തൊട്ടാകെ. അപ്പൊ ഈ തരത്തിൽ, അതായത് അത് ലോകത്തൊട്ടാകെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഈ അമേരിക്ക ഈ ഇറാനെ ഇപ്പൊ ആക്രമിച്ചു. അമേരിക്ക ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇത് വളരെ ശക്തമാകുന്ന, അതായത് ഇറാൻ തിരിച്ചടിക്കുകയും ഇറാനുമായി ഏറ്റവും അധികം തന്ത്രപ്രധാന കരാറുകൾ ഒപ്പിട്ടിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. ആ റഷ്യയും ചൈനയും ഈ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നാൽ എന്തിലേക്കായിരിക്കും ലോകം പോവുക? ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും പോവുക. എന്റെ കാഴ്ചപ്പാട്, നിലവിൽ റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, റഷ്യ ഇപ്പോൾ തന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ക്ഷീണിച്ചു നിൽക്കുകയാണ്. പക്ഷെ എങ്കിലും അവർക്ക് കൊടുക്കാവുന്ന തരത്തിലുള്ള ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കും, അല്ലാതെ പ്രത്യക്ഷമായി യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ചൈന ഈ അടുത്ത കാലത്തൊന്നും ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. അത് തന്നെ തുടരാനാണ് സാധ്യത. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങളും അവരുടെ സാമ്പത്തിക വളർച്ചയും മാറ്റുമാണ് പ്രധാനം. പുറകിൽ നിന്നുകൊണ്ട് പിന്തുണച്ചേക്കും, തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. കാരണം അവർക്ക് അങ്ങനെയുള്ള ഓബ്ലിഗേഷൻ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സെനാറിയോ ആണ്, ഉയർന്നു വന്നേക്കാവുന്ന മറ്റൊരു സെനാറിയോ കൂടി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ ഉള്ള തലത്തിൽ നിലവിലുള്ള സംഘർഷത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇസ്രായേലിന്റെ പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്ക നടത്തിയ ഈ ആക്രമണം തീർച്ചയായിട്ടും ലോക സമാധാനത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇസ്രായേൽ കഴിഞ്ഞ 33 വർഷമായി, പ്രത്യേകിച്ച് നെതന്യാഹു കഴിഞ്ഞ 33 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജം, ആ വ്യാജം എന്ന് പറയുന്നത് ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ട് എന്നാണ്. ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ട് എന്ന് ലോകത്ത് ഒരു ആണവ ബോംബിനെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ട ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറയേണ്ട ഒരേ ഒരു ഏജൻസി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം, നാഷണൽ ഇന്റലിജൻസ്, അതിന്റെ മേധാവിയായിട്ടുള്ള തുൾസി ഗബാർഡ് അറിയപ്പെടുന്ന ഇസ്ലാമിക വിരുദ്ധയാണ്. അവർക്ക് ഇന്ത്യയോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് അമേരിക്കക്കാരിയാണെങ്കിലും തുളസി എന്നുള്ള പേര് കൂടി സ്വീകരിച്ച സ്ത്രീയാണ്. അപ്പൊ തുളസി ഗബാർഡ് പറഞ്ഞു, ഈ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക
പിന്നെ ചാര സംവിധാനമുള്ള അമേരിക്കയുടെ മേധാവി പറയുന്നു ഇറാനിൽ ബോംബില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു സ്വതന്ത്രമായ പരിശോധന നടത്തി അഭിപ്രായം പറയേണ്ട ഏജൻസി പറയുന്നു ഇറാന്റെ കയ്യിൽ ആണവ ബോംബില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ 33 വർഷമായി നെതന്യാഹു യാതൊരു തെളിവുമില്ലാതെ, അത് അമേരിക്കൻ കോൺഗ്രസിലാവട്ടെ, പിന്നെ ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിലാവട്ടെ, അമേരിക്കയുടെ വിവിധ മേഖലകളിലാവട്ടെ, ലോകത്തിന്റെ വിവിധ മേഖലകളിലാവട്ടെ, ഇവിടെയൊക്കെ പോയി നടത്തിയ കള്ളപ്രചാരണത്തിന്റെ പേരിൽ നടത്തിയ ആക്രമണമാണിത്. അങ്ങനെ നടത്തിയ ആക്രമണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആണവായുധം അനധികൃതമായി ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേലാണ് ഈ ഒരു രാജ്യം മറ്റൊരു രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നു എന്ന പേരിൽ ഈ കൊടിയ നാശം, കൊടിയ യുദ്ധം ലോകത്തിന് മുമ്പിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ, GCC രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തും എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇസ്രായേൽ ആദ്യം ഈ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലും ഇതേപോലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. ഇന്നലെ പോലും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലൊരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തും, ഒരു പ്രത്യാക്രമണം ഇറാൻ നടത്തും എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല, ലോകരാഷ്ട്രങ്ങൾ തന്നെയും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലൊരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ എന്താ പറയുക, താളം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഇറാന് ഇപ്പോൾ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം നടത്താതിരിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചൊരു ഒരു വലിയ ഡയലമയാണ്. ആ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ തന്നെ ലക്ഷ്യമിട്ടുള്ളതായിട്ട് പരിമിതപ്പെടുത്തുമോ, അതോ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഒരു സാഹസത്തിന് ഇറാൻ മുതിരുമോ? അമേരിക്ക, GCC രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേർക്കുള്ള ഒരു ആക്രമണം, അതിലേക്കൊക്കെ ഇറാൻ പോകുമോ? പോകാതിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഇറാനിൽ നിന്ന് വന്ന 2 പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഒന്ന്, അവർ പറഞ്ഞത് ഈ അമേരിക്ക ഈ നദാൻസിലും ഇസ്ഫഹാനിലും ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ ഞങ്ങളുടെ ആണവ പദ്ധതിക്ക് യാതൊരു കുഴപ്പമില്ല. ആണവ ഈ പുറമേക്കുള്ള കേന്ദ്രങ്ങൾക്ക് കുറെ കുഴപ്പമുണ്ട്. ഈ വേറെ ഒരുപാട് ആണവ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ട് എന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, ഒരു സിംബോളിക് ആയിട്ടുള്ള ആക്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിന് പിന്നെ അതൊരു പറഞ്ഞു നിൽക്കാൻ ഇസ്രായേലിൽ പറഞ്ഞു നിൽക്കാനായിട്ട് നെതന്യാഹുവിന് ഗുണകരമായേക്കാം. പക്ഷെ അവർ പറയുന്ന കാര്യം, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എൻറിച്ച്ഡ് യുറേനിയം എല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്രമണം മാത്രമാണ് നടന്നത്, ഞങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ ഈ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് പോകാതിരിക്കാൻ കൂടിയിട്ടുള്ള ഒരു ന്യായമായിരിക്കാം അത്. അപ്പൊ എന്ന് മാത്രമല്ല, സൈനികമായി അതിനുള്ള ശേഷി ഇറാനില്ല. എന്നാൽ ഇസ്രായേലിൽ ആക്രമണം നടത്താനുള്ള കാരണം ഈ നമ്മളിപ്പോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ പറയുന്ന ഒരു കാര്യം, ഈ ആക്രമണത്തിന്റെ ഫലമായി ഈ അയൺഡോമിന്റെ ശക്തി, പിന്നെ അതുപോലെ അയൺഡോം എന്ന് പറയുന്നതും ഈ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നതും ആരോ 1, 2 എന്നൊക്കെ പറയുന്നതും ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ആ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി ക്ഷയിച്ചു വരുന്നു. എന്ന് മാത്രമല്ല, ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് വളരെ വലിയ നാശമാണ് ഇസ്രായേലിൽ അത് ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലസ്റ്റർ ബോംബുകൾ നിയമവിരുദ്ധമായിട്ടുള്ള ബോംബാണ് സാധനം, കാരണം അത് ഉപയോഗിച്ചുകൂടാ. പക്ഷെ ഇസ്രായേൽ നിരവധി തവണ അത് ഗസയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറയാനുള്ള യാതൊരു അവകാശമില്ല. എന്ന് മാത്രമല്ല, അവർ ഞങ്ങളുടെ ഒരു പള്ളിയുടെ ആശുപത്രി തകർത്തു, അത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞു. മനുഷ്യാവകാശ ലംഘനമാണെങ്കിൽ ഈ ഗാസയിൽ ഇനി വല്ല ആശുപത്രി ഉണ്ടോ? ഗാസയിൽ ഒരു ആശുപത്രിയില്ല. ആശുപത്രി ഒരു പബ്ലിക് പിന്നെ കേന്ദ്രമില്ല, ഇലക്ട്രിസിറ്റി ജനറേറ്റർ കേന്ദ്രമില്ല, സ്കൂളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല, ടെലിവിഷൻ കേന്ദ്രങ്ങളില്ല. എല്ലാത്തിനെയും മണ്ണോട് മണ്ണാക്കിയ ആളുകളാണ് പറയുന്നത് ഞങ്ങളുടെ പിന്നെ ആശുപത്രിക്കെതിരെ നടത്തിയ ആക്രമണം മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പൊ ഇതാണ്, അതായത് ഈ ചെറിയ കുറ്റം ചെയ്തയാളെ കുറ്റവാളി, അതിമഹത്തായ കുറ്റം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആള് കുറ്റവാളി എന്ന് പറയുന്ന സമാനമായ കാര്യം, ഇത് നറേറ്റീവ്സ് ആണ്. അതായത് ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള ശേഷി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായത്തോട് കൂടിയിട്ട് ഇസ്രായേൽ നേടിയിട്ടുണ്ട്. ഇസ്രായേൽ നേടിയതുകൊണ്ടാണല്ലോ ലോകത്താരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവായുധം. പക്ഷെ ലോകത്തിന്റെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇറാൻ കുറ്റവാളിയാണ്, ഇറാൻ ആണവ ബോംബുണ്ട്. എന്നാൽ ആരെങ്കിലും ഇസ്രായേലിന്റെ കയ്യിലുള്ള ആണവ ബോംബിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഈ ആണവ ബോംബ് എവിടെ ആരിട്ടാലും പിന്നെ ആളുകൾ മരിക്കുമല്ലോ. അപ്പൊ അതായത് ലോകത്തെ അന്തർദേശീയമായ യാതൊരുവിധ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ കയ്യിൽ ആണവ ബോംബ് ഇരിക്കുന്നതല്ലേ ഏറ്റവും അധികം അപകടം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ കാഴ്ചപ്പാടിൽ ഇസ്രായേലിന് എതിരെ
ആക്രമണം കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. അവിടെ എവിടെല്ലാം ആക്രമിക്കാവോ അത്തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരം രണ്ട് പോർമുഖങ്ങൾ തുറക്കാനുള്ള ശേഷി ഇവർക്കില്ല. പക്ഷേ അവര് ഈ ഒരു പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ചില ഡ്രോൺ ആക്രമണങ്ങൾ, മറ്റുള്ളവർക്ക് വലിയ ആപത്തുണ്ടാവാത്ത തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഒരു പക്ഷേ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താം. അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അമേരിക്ക അതിനോട് പ്രതികരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് എൻ്റെ ഒരു നിരീക്ഷണക്കാര്യം. റൈറ്റ്. അതിനോടൊപ്പം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഉയരുന്ന വിമർശന ശബ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാർ തന്നെ വിമർശിക്കുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ വിമർശനങ്ങളുണ്ട്. ഇതിന് സമാന്തരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും അവരൊരു സമാധാന ശ്രമത്തിന് തുടക്കമിട്ടിരുന്നു, ഇറാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് ട്രംപ് പറഞ്ഞ അവരല്ല, ഞങ്ങളാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇത് ഈ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷികളായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ നാറ്റോയുടെ ഭാഗമായിരിക്കുന്ന തുർക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് തന്നെ തുർക്കി അതിനെ അപലപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക നടത്തിയ ആക്രമണത്തോട് തുർക്കി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് അമേരിക്കയ്ക്കുള്ളിൽ മാത്രമല്ല, അമേരിക്കയ്ക്ക് പുറത്ത് അമേരിക്കയുടെ ഭാഗമായി ഇപ്പോൾ ഇറാഖും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആക്രമിച്ച സമയത്ത് ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗമായി ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ സഖ്യത്തിൽ തന്നെ ഒരു ആശയക്കുഴപ്പമോ ഭിന്നാഭിപ്രായമോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഈ ട്രംപിൻ്റെ നടപടികൾ? അല്ലേ, ട്രംപിന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. ആ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയനൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. കാരണം ഇവരെല്ലാം അമേരിക്കയുടെ സുരക്ഷാ വലയത്തിൽ സുരക്ഷയുടെ സൗകര്യം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് അതിന് ചെലവാക്കുന്നത് അമേരിക്കയാണ്, ആ ചെലവ് നാറ്റോ രാജ്യങ്ങൾ തിരിച്ചു തരണം എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അവരുടെ ഡിഫൻസ് ബജറ്റ് നിലവിലുള്ള 2%, 1.5% ഒക്കെയുള്ള ഡിഫൻസ് ബജറ്റ് 5% വരെ ആക്കണം, നിങ്ങൾ കൂടുതൽ ആയുധം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായം വെച്ചു പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയന് പോലും അദ്ദേഹം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ യൂണിയനെതിരെ പോലും അദ്ദേഹം താരിഫ് ചുങ്കം ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നത്. ഈ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം 2 സമ്മേളനങ്ങൾ നടന്നു. ഒന്നെന്ന് പറയുന്നത് ആദ്യം ജനീവയിൽ വെച്ച് E3 എന്ന് പറയുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്ന് പറയുന്ന 3 രാജ്യങ്ങളും ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ടാണ് ചർച്ച നടന്നത്. ആ ചർച്ചകളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവരുടെ നിലപാടെന്താ. ഈ കഴിഞ്ഞ G7 സമ്മേളനത്തിൽ ഈ രാജ്യങ്ങളെടുത്ത നിലപാടുകൾ എന്താ? ഈ രാജ്യങ്ങളെടുത്ത നിലപാട് ഇസ്രായേലിന് ആക്രമിക്കാനുള്ള അവകാശമുണ്ട്. കാര്യം എന്താ അതിന്റെ കാര്യം? ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിച്ചോ? ഇസ്രായേലിനെ ഒരു രാജ്യം ആക്രമിച്ചില്ലല്ലോ. ഇസ്രായേലിനെ ഒരു രാജ്യം അങ്ങോട്ട് ആക്രമിച്ചാലാണല്ലോ തിരിച്ചാക്രമിക്കേണ്ട സ്ഥിതി വരുന്നത്. ഇസ്രായേൽ ഒരു കാരണവുമില്ലാതെ ഇറാൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ മുകളിൽ നടത്തിയ ആക്രമണത്തെ ഇവർ പറയുന്നത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ രാജ്യങ്ങളാണിത്. നമുക്ക് മാത്രമല്ല, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, 2015 ഒബാമയുടെ നേതൃത്വത്തിൽ നടന്ന കരാറിൽ, ആ കരാറിന്റെ ചർച്ചയിൽ പങ്കെടുക്കുകയും കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളാണ് ഈ 3 രാജ്യങ്ങൾ. ആ 3 രാജ്യങ്ങളുടെ വാസ്തവത്തിൽ നിലപാട് ഇപ്പോഴും വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമാണ്. അപ്പൊ ലോകത്ത് ഞങ്ങൾ മധ്യസ്ഥന്മാരാണ്. അതായത് ട്രംപിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫ്രാൻസ് കുറെ നീക്കങ്ങളൊക്കെ അന്തർദേശീയ തലത്തിൽ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ്. അതല്ല, ഇപ്പൊ ജർമ്മൻ പ്രസിഡന്റ് തന്നെ, ചാൻസലർ തന്നെ പറഞ്ഞത് ഈ ഇസ്രായേൽ നടത്തുന്നത് നല്ല കാര്യമാണ്, ലോകത്തിന് വേണ്ടി നല്ല കാര്യമാണെന്ന് പറഞ്ഞാണ് ഈ ജർമ്മൻ ചാൻസലർ. ആ രാജ്യങ്ങളുടെയൊക്കെ ഈ കീർ സ്റ്റാമർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ ഇവരെല്ലാം വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ഇസ്രായേലിന്റെ കൂടെയും പുറത്ത് ലോകത്തിന്റെ മുമ്പിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇവർക്കാർക്കും ഒരു സ്പേസും ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ട്രംപ് അധികം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം കൊടുത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കേട്ടല്ലോ, അതായത് ഈ G7 സമ്മേളനം പൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു ദിവസം പങ്കെടുത്തുകൊണ്ട് 2ാമത്തെ ദിവസം നിൽക്കാതെ ട്രംപ് അമേരിക്കയിലേക്ക് വന്നു. അപ്പോ അന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞത്, അദ്ദേഹം പോയത് നല്ലതായി, അദ്ദേഹം പോയത് ഒരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്, ഒരു പക്ഷേ നിലനിൽക്കുന്ന ഇസ്രായേൽ-ഇറാൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി പോയതായിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനോട് ട്രംപ് എങ്ങനെയാ പ്രതികരിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഈ മാക്രോൺ എന്ന് പറയുന്നയാള് ഒരു പബ്ലിസിറ്റി സീക്കിംഗ് പ്രസിഡന്റ് ആണ്, ഈ പരസ്യം ആഗ്രഹിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല.
ഒന്ന് നോക്കൂ, ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള G7 ഒരു പ്രസിഡന്റിനെതിരെ നടത്തിയ ഒരു പ്രസ്താവനയുടെ നിലവാരം ഒന്ന് ആലോചിച്ചു. അപ്പൊ ഇതാണ് ട്രംപ്. അപ്പൊ ഈ ട്രംപിന് എന്ത് തോന്നുന്നു അത് വിളിച്ചു പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇവർക്കൊന്നും ഇക്കാര്യത്തിൽ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ 2018 ഇദ്ദേഹം ഈ കരാറിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചപ്പോ ഈ പറഞ്ഞ ആളുകൾക്ക് സമ്മർദ്ദം ചെലുത്തി പിന്മാറ്റണമായിരുന്നു. അന്ന് പിന്മാറിയില്ല. ട്രംപ് ഇസ്രായേൽ ലോബി പറഞ്ഞതനുസരിച്ചും അദ്ദേഹത്തിന്റെ മരുമോൻ പറഞ്ഞതനുസരിച്ചും ഇതിനകത്ത് നിന്ന് പിന്മാറുന്നതാണ് 2018 കണ്ടത്. ഇപ്പൊ പോലും ഇദ്ദേഹത്തെ വീണ്ടും ഈ കരാറിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പൊ ഈ കരാറിലേക്ക് എങ്ങനെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ, ചർച്ചയ്ക്ക് എന്താണ് വഴിയുണ്ടെന്നുള്ള തരത്തിൽ ഈ E3 രാജ്യങ്ങളും ഇവരുമായിട്ട് നടന്നതാണ് ഒന്നാം സമ്മേളനം. മറ്റൊന്ന് OICയുടെ തുർക്കിയിൽ നടന്ന ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനമാണ്. ആ സമ്മേളനം അതിശക്തമായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ അമേരിക്ക ഇത്തരം ആക്രമണങ്ങൾ നടത്തരുത് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും നമുക്കറിയാം ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ അല്ല. അവർക്കൊന്നും ഇക്കാര്യത്തിൽ വളരെയായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. ചെയ്യാൻ കഴിയുന്നത് ആരൊക്കെയാണ്? സൗദി അറേബ്യക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ഖത്തറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, തുർക്കിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. തുർക്കി നെറ്റോയിലെ അംഗമാണ് എങ്കിൽ പോലും അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം വെച്ചുപുലർത്തുന്ന രാജ്യമാണ്, റഷ്യയുമായിട്ട് സൗഹൃദം വെച്ചുപുലർത്തുന്ന രാജ്യമാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ അതിശക്തമായി, അതായത് സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, ഈ 3 രാജ്യങ്ങൾ അതിശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ നിലപാടിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും. കാരണം അത്രമാത്രം സാമ്പത്തികമായ കരുത്തും അത്രമാത്രം സാമ്പത്തികമായ സഹകരണവും നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ ഖത്തറും സൗദി അറേബ്യയും. അതുപോലെ തന്നെ നേറ്റോയിലെ അംഗമാണ് ഇദ്ദേഹം തുർക്കി. അപ്പൊ ഈ 3 രാജ്യങ്ങളും ശക്തമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ്. ഒരു പക്ഷേ ചൈനയെക്കാളും റഷ്യയെക്കാളും കരുത്തുള്ള 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇവ. അവ രംഗത്ത് വന്നാൽ എന്തെങ്കിലും നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും കാര്യം പറഞ്ഞു. റഷ്യ ഇപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം മൂലം അവിടെ കെട്ടുണഞ്ഞ് കിടക്കുകയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്. അതിലൊരു തീരുമാനം ആക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു അഗ്രഷൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, ഒരു അധിനിവേശ ശ്രമം. ചൈനയ്ക്കാണെങ്കിൽ ചൈന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട ഒരു ചരിത്രം കഴിഞ്ഞ കുറേ കാലത്തിനിടയില്ല. പക്ഷേ ഈ 2 രാജ്യങ്ങൾക്കും ഈ നമ്മളീ പറയുന്ന മധ്യപൗരസ്ത്യ ദേശത്തെ ഭൗമരാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇറാൻ എന്ന് പറയുന്നത്. ദീർഘകാലമായിട്ട് അവരുടെ ഒരു തന്ത്രപ്രധാന പങ്കാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് സിറിയ കൂടെ ഇല്ലാതായ സ്ഥിതിക്ക്, സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം കൂടി ഇല്ലാതായ സ്ഥിതിക്ക് ഇറാൻ ഈ 2 രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ്. അപ്പോൾ നേരിട്ടല്ലെങ്കിൽ കൂടി ഇറാനെ സഹായിക്കുക, അത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ സഹായിക്കുക, ഇതൊക്കെ ഈ 2 രാജ്യങ്ങളുടെയും ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ഇടപെടലിലേക്കെങ്കിലും ചൈനയും റഷ്യയും പോകില്ലേ? ഈ ചൈനയെ കുറിച്ച് ഒരു പുസ്തകമുണ്ട്. ആ ചൈനയുടെ ടൈറ്റിൽ, ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ചൈന ഗോസ് ഗ്ലോബൽ എന്നാണ്. അത് ആ പുസ്തകത്തിന്റെ സബ് ടൈറ്റില് ചൈന ഇസ് എ പാർഷ്യൽ പവർ എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, അമേരിക്കൻ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ചൈന സാമ്പത്തികമായും സൈനികമായും ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിലും ആ ശക്തിക്കനുസൃതമായി അന്തർദേശീയ വിഷയങ്ങളിൽ അവർ ഇടപെടുന്നില്ല. അവരുടെ സാമ്പത്തിക ശക്തി വികസിപ്പിക്കുന്നതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതിന് അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി ഉണ്ട്, ഡെങ് സിയാപിങ്ങിന്റെ 28 വേർഡ് മന്ത്ര എന്ന് പറയുന്നത്. അതായത് ഹൈഡ് യുവർ എബിലിറ്റി ആൻഡ് ബൈഡ് യുവർ ടൈം. നിങ്ങളുടെ കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് അവർ ഈ അടുത്ത കാലം വരെ പുലർത്തിയിരുന്നത്. എന്നാൽ ഷീ ജിങ് വന്നതിന് ശേഷം കുറച്ചുകൂടി അന്തർദേശീയ തലത്തിൽ ഇടപെടുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് അവരെ രമിപ്പിക്കുന്നതിൽ അദ്ദേഹം രംഗത്ത് വന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമാണ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നുള്ള പദ്ധതി. ആഗോളതലത്തിൽ ചൈനയുടെ സാന്നിധ്യവും കരുത്തും വർദ്ധിപ്പിക്കാനും ഒരു ആഗോള ശക്തി എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരാനുമുള്ള പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ റഷ്യ പശ്ചിമേഷ്യൻ മേഖലയിൽ ഏർപ്പെട്ടിരുന്നതിനേക്കാൾ ശക്തമായി ഇന്ന് പശ്ചിമേഷ്യൻ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ഈ ചൈന. അപ്പൊ ചൈന അങ്ങനെയാണെങ്കിലും അവര് സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി അവരെ സംബന്ധിച്ചിടത്തോളം 2047 കൂടിയിട്ട് ചൈന ഒരു വലിയ വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ്. ആ ചൈന വികസിത രാജ്യമായി മാറണമെന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് മറ്റ് ലോക സംഘർഷങ്ങളിൽ അവര് ഇപ്പൊ തായ്വാന്റെ പ്രശ്നത്തിൽ പോലും ഒരു യുദ്ധത്തിന് പോകാൻ ചൈന തയ്യാറല്ല. അപ്പൊ ചൈന കാണുന്നത് അമേരിക്കയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് മറ്റുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലൊന്നും പോയി ഇടപെട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്നുള്ളൊരു അടിസ്ഥാനപരമായ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അന്തർദേശീയ വിഷയത്തിൽ സൈനികമായിട്ടുള്ള രംഗത്ത് അവരിടപെടാത്തത്. അവരിടപെടാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ കുറവാണ് എന്റെ കാഴ്ചപ്പാടിൽ. അപ്പൊ അതാണ് ഒരു കാര്യം. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരിടപെടാം,
അതല്ലാതെ ആയുധങ്ങൾ കൊടുത്ത് ഇറാനെ പോലുള്ള രാജ്യത്തെ സഹായിക്കാം, അതൊക്കെ അവർ ചെയ്യും. അതിനൊന്നും അവർക്ക് യാതൊരു മടിയുമില്ല. റഷ്യക്ക് എല്ലാവിധ ആയുധങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ തരത്തിൽ ചൈന ഈ പറഞ്ഞ രീതിയിലുള്ള സഹായങ്ങളും ഇടപെടലുകളും നടത്താം. റഷ്യക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇടപെടാം എന്നുള്ളതല്ലാതെ സൈനികമായി ഇറാൻ അനുകൂലമായിട്ട് രംഗത്ത് വരാൻ കഴിയില്ല നിലവിലുള്ള സാഹചര്യം. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു വലിയ സംഘർഷമായിട്ടും ചൈനയുടെയും റഷ്യയുടെയും വലിയ താല്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഈ സംഘർഷം മൂർച്ഛിച്ചാൽ മാത്രം ഒരു പക്ഷേ ഇവരിടപെടുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ അവരിടപെടാനുള്ള സാധ്യതയില്ല. നമ്മൾ പറയും ഈ യുദ്ധം എന്ന് പറയുന്നത് അവരവർ നയിക്കേണ്ടതാണ്. ഒരു തുടങ്ങി വെക്കുന്ന രാജ്യം തന്നെ മാത്രമേ യുദ്ധത്തിന് കാണൂ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതല്ലാതെ മാറണമെങ്കിൽ അതിന് വേറെ ഡയമെൻഷൻസിലേക്ക് വരണം. ഇപ്പൊ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വാസ്തവത്തിൽ ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നുണ്ട്, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ യുദ്ധം നയിക്കുന്നതും യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നതും യുക്രൈൻ മാത്രമാണല്ലോ. അപ്പൊ ഇതാണല്ലോ ഒരു യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളുടെ കടന്നുവരവ് സാധാരണ സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമേ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെടുള്ളൂ. കാരണം ഇവിടെ ഈ അമേരിക്കയുടെ ഇടപെടൽ ഇവരുടെ ഇടപെടലിന് കാരണമാകുമെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ഇടപെടൽ എല്ലാം അമേരിക്കൻ ഇടപെടലാണ് വാസ്തവത്തിൽ. കാരണം അമേരിക്കൻ ആയുധങ്ങൾ, അമേരിക്കൻ സമ്പത്ത്, അമേരിക്കൻ രാഷ്ട്രീയ പിന്തുണ ഇതൊക്കെ ഉണ്ടത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഈ കളിയെല്ലാം കളിക്കുന്നത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ചില എന്താണ് എന്താണ് ഈ തള്ളിന്റെ കൂടെ എന്ന് പറയുന്നത് കൂടെ ഒരു തള്ളെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ആക്ഷനായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതൊരു സിംബോളിക് ആക്ട് ആയിട്ട് വേണമെങ്കിൽ കരുതാം നമുക്ക് അമേരിക്കയുടെ ആക്ട്. അത് അവിടെ കൊണ്ട് നിന്നാൽ ഈ സംഘർഷം ഒരു പക്ഷേ ലഘൂകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ആക്രമണം നിർത്താൻ പോകുന്നില്ല, ഞങ്ങൾ തുടരും എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇവർ പറയാണ് നിങ്ങൾ ആക്രമിച്ചു, ഓക്കെ നിങ്ങൾ ആക്രമിച്ചു, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, അപ്പൊ ഇനി നമുക്ക് ആക്രമണം വേണ്ട, ആക്രമണം ഇല്ലാതെ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിംബോളിക് ആയിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഒരു ചർച്ചയുടെ സമവായത്തിന്റെ ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു വഴി കൂടി ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിലും ലോകത്തും സമാധാനം ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകും. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ചുകൂടെ ചോദിച്ചോട്ടെ. ഇന്ത്യ ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തിയപ്പോൾ അതിനോട് പ്രതികരിക്കാതിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രത്യേകിച്ചൊരു പ്രകോപനമൊന്നുമില്ലാതെ ആക്രമണം നടത്തുന്നത് ശരിയല്ല എന്ന് പോലും പറയാതിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇനിയിപ്പോൾ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സേനാ മേധാവിയെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡിന്നർ കൊടുക്കുന്ന കാഴ്ച ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ നിഷേധിച്ചതിന് ശേഷവും ഈ ഇന്ത്യ പാക് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് എന്ന് ട്രംപ് ആവർത്തിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും ഇത് ശരിയല്ല, സമാധാനമാണ് വേണ്ടത് എന്നെങ്കിലും പറയാനുള്ളൊരു സാധ്യതയുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ ഇടപെടലുകളെല്ലാം പൊതുവെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും. നമ്മൾ പരസ്യമായിട്ട് ഈ നേതാക്കന്മാരെ പിന്നെ കുറ്റം പറയുക, വിമർശിക്കുക എന്ന് പറയുന്ന രീതി സാധാരണ രാജ്യങ്ങൾ സ്വീകരിക്കാറില്ല. എന്നാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ ആൾക്കാരെയൊക്കെ നമ്മുടെ എതിരഭിപ്രായങ്ങളൊക്കെ പറയും. എന്നാൽ യുദ്ധമൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ രാജ്യങ്ങൾ ഒരു നിലപാടെടുക്കാറുണ്ട്. ഇവിടെ തന്നെ നമുക്കറിയാം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ 2 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒന്ന് ബ്രിക്സും മറ്റൊന്ന് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. ബ്രിക്സിലും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലും ഇന്ത്യ അംഗമാണ്. ബ്രിക്സിന്റെ ആ പ്രഖ്യാപനത്തിൽ ഇല്ലാതിരുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. പ്രധാനപ്പെട്ട സ്ഥാപക രാജ്യമാണല്ലോ. ബ്രിക്സിന്റെ ഈ ഇസ്രായേലിനെതിരായി നടത്തിയ ബ്രിക്സിന്റെ വിമർശനത്തിൽ ഇന്ത്യ ഒഴിഞ്ഞു നിന്നു, അതിനകത്ത് പങ്കാളിയായില്ല. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട അംഗമാണ് ഇന്ത്യ. അവര് നടത്തിയ ഇസ്രായേലിനെതിരായിട്ട് നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നും ഇന്ത്യ മാറി. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാറി നിൽക്കുന്നതിന്റെ കാരണം തിരക്കി നമ്മളൊന്നും അധികം പോകേണ്ട കാര്യമില്ല. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പുലർത്തുന്ന ആശയപരമായ ഐക്യം, പ്രത്യയശാസ്ത്രപരമായ ഒരു യോജിപ്പ്, ഇതാണ് വാസ്തവത്തിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളെ ഇപ്പോൾ നയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 92 മുതൽ നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്ഥാപിച്ചു. അത് അമേരിക്കയുമായി നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായത്. എങ്കിലും 2014 മുതലാണ്
ഈ ഇസ്രായേലുമായിട്ട് ഇന്ത്യ വളരെ അടുത്ത ബന്ധം പുലർത്തിയത്. ഇപ്പോ നമ്മൾ കൂടുതൽ ആയുധം വാങ്ങിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇസ്രായേലാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇസ്രായേലുമായി സഹകരിക്കുന്നുണ്ട്. കാശ്മീർ പോലെയുള്ള വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഇസ്രായേലിന്റെ ഈ വെസ്റ്റ് ബാങ്കിലും മറ്റുമൊക്കെയുള്ള നയങ്ങൾ അത് അപ്പാടെ പകർത്തിക്കൊണ്ടാണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഈ തന്ത്രപരമായ കാര്യങ്ങളിലും ബൗദ്ധികമായ കാര്യങ്ങളിലും ഒക്കെ അതിശക്തമായി ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന, നമുക്കറിയാം പെഗാസസ് പോലെയുള്ള സംഗതികൾ ഇസ്രായേലിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ എതിരായി നമ്മൾ ഒരു കാരണവശാലും ശക്തമായ നിലപാടുകൾ എടുക്കത്തില്ല. സിംബോളിക് ആയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കാം. ചിലപ്പോൾ സിംബോളിക് ആയിട്ടുള്ള നിലപാട് പോലും എടുക്കുന്നില്ല. ഈ അവസാനം ഐക്യരാഷ്ട്ര സംഘടനയിൽ നടന്ന ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആ വോട്ടെടുപ്പിൽ നിന്നും പോലും ഇന്ത്യ മാറി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ പറയുന്ന നമ്മൾ വിശ്വഗുരുവാണ്, നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ചില നയമാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് എന്ന് മാത്രമല്ല, പാലസ്തീനോട് ഇന്ത്യ ചരിത്രപരമായി പുലർത്തിയിരുന്ന ഐക്യദാർഢ്യം ഇപ്പോൾ അതിനകത്ത് അയവ് വന്നിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇസ്രായേലിനോട് കൂടുതൽ എടുക്കുമ്പോൾ പാകിസ്ഥാനിൽ അകലാതിരിക്കാൻ പറ്റൂല. അത് ന്യായമായ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഇന്ത്യ ഇപ്പോൾ പുലർന്ന, ഞങ്ങൾ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ്, ഞങ്ങളൊരു ആഗോള ശക്തിയാവാൻ ശ്രമിക്കുകയാണ്, ആഗോള ശക്തിയാണ്, ഞങ്ങൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3ാമത്തെ സൈനിക ശക്തിയാണ്, ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ്, ഇങ്ങനെയൊക്കെ പറയുകയും ഞങ്ങൾ ലോക പവറാവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു നിലപാട് എന്താണെന്ന് ഞാൻ പറയാം. ആ നിലപാടെന്ന് പറയുന്നത്, ഈ ഇറാനും ഇസ്രായേലും വാസ്തവത്തിൽ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല മേഖലകളിൽ ഇസ്രായേലുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രപരമായി ഇന്ത്യ സഹകരിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇപ്പൊ ഇറാന്റെ നമുക്കറിയാം, ഈ പാകിസ്ഥാൻ ഇങ്ങനെ വലിയ കുഴപ്പം പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അഫ്ഗാനിസ്ഥാനിലേക്കും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും നമ്മുടെ വ്യാപാര വാണിജ്യ കാര്യങ്ങൾ വികസിപ്പിക്കാനും അവിടുന്ന് ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും വലിയ തടസ്സങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച എന്താണ്, ഈ ചബഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചബഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇറാനിൽ നിന്നും ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ചതുപോലെ അൺഡിവൈഡഡ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അതിർത്തി രാജ്യമായിരുന്നു ഇറാൻ. അപ്പൊ അന്ന് അങ്ങനെയുള്ള ഈ ചരിത്രപരമായ സാംസ്കാരികമായ പേർഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂട്ടലുകളും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണിവ. അപ്പോൾ ചരിത്രപരമായി തന്നെ വളരെ വലിയ ബന്ധം ഈ പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ഇന്ത്യക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ബന്ധം ഉണ്ടായിരുന്നതും അതുപോലെ ആധുനിക കാലത്ത് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നതുമായിട്ടുള്ള രാജ്യം, ഇപ്പോ വാസ്തവത്തിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യം ഇറാൻ. അപ്പൊ അങ്ങനെയുള്ള രാജ്യവുമായിട്ടും വാസ്തവത്തിൽ നല്ല ബന്ധങ്ങൾ ഇന്ത്യക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ 1950കളിലും 60കളിലും ഇന്ത്യ എപ്രകാരമാണ് ഒരു വളരെ ദുർബലമായ രാജ്യമായിരുന്നിട്ടും ജവഹർലാൽ നെഹ്റുവിന്റെയും വി കെ കൃഷ്ണമേനോന്റെയും ഒക്കെ നേതൃത്വത്തിൽ പിന്നെന്താണ് കൊറിയൻ പ്രശ്നവും അല്ലെങ്കിൽ ഇൻഡോ ചൈന പ്രശ്നവും കോങ്കോ പ്രശ്നവും ഒക്കെ പരിഹരിക്കുന്നതിന് ഇടപെട്ടത്, അതുപോലെ ഇടപെടാനുള്ള അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു ഇന്ത്യക്ക്. അപ്പൊ വാസ്തവത്തിൽ നമ്മളൊരു വലിയ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രയോഗിക്കാനുള്ള അവസരമാണിത്. വാസ്തവത്തിൽ ഇന്ത്യ വരണം, മുമ്പോട്ട് വരണം. ഇന്ത്യ വന്നുകൊണ്ട് ഇസ്രായേലും ഇറാനും, അതായത് ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മുമ്പോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടാം, ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് പരിഹരിക്കാവുന്ന ഒരു അവസരമാണിത്. അപ്പൊ അത്തരമൊരു അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സൂചനയൊന്നും ഇതുവരെ ഇല്ല. പക്ഷെ നമ്മൾ കാണേണ്ടതാണ് ഈ അന്തർദേശീയ തലത്തിൽ ഒരു രാജ്യം എങ്ങനെയാ വലിയ രാജ്യമായിട്ടുള്ള ബഹുമാനം കിട്ടുന്നത്? അന്തർദേശീയ തലത്തിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ മുമ്പോട്ട് വരുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ ഒരു പ്രശ്നം, നമ്മൾ ഈ കൊറിയൻ പ്രശ്നം, നമ്മൾ ദുർബലമായിരുന്ന രാജ്യത്ത് 1953 55 വരെ നടന്ന സംഘടനകളിൽ നമ്മൾ ഇടപെട്ടു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇൻഡോ ചൈന പ്രശ്നത്തിൽ, ഇൻഡോ ചൈന എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ മേഖലയിൽ നടന്ന പ്രശ്നങ്ങളിൽ, കോങ്കോ പ്രശ്നം, ആഫ്രിക്കയിൽ നടന്ന പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ഇടപെട്ടു. അപ്പൊ ഇടപെട്ട് എന്തുകൊണ്ടാ? ഒരു സ്ഥലത്ത് ഇടപെട്ട് നമ്മൾ വിജയം കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഡിപ്ലോമസിക്ക് അംഗീകാരം കിട്ടി. ആ ഡിപ്ലോമസിക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകശക്തിയായി മാറുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. റൈറ്റ്. എന്തായാലും ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം, അത് ഉളവാക്കിയ പ്രശ്നങ്ങൾ, അതിന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഉണ്ടാക്കിയ അതോടുകൂടി
സംഘർഷം ഏത് നിലയിലേക്ക് വളർന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഏത് വിധത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായി അമേരിക്ക വീണ്ടും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ജോസഫ് ആൻ്റണി സൂചിപ്പിക്കുന്നത് പോലെ ഈ ആക്രമണങ്ങൾ ഒരുപക്ഷെ സമാധാന ചർച്ചകളിലേക്കുള്ള വഴി തുറക്കുമോ എന്നുള്ള അതിനുള്ളൊരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നവും അവിടെയുണ്ട്. എന്തൊക്കെയാണെങ്കിലും കൂടുതൽ വലിയ സംഘർഷങ്ങളിലേക്ക് വളരാതെ ഇത് അവസാനിക്കുക എന്നുള്ളതാണ് മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യം. സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം അതിലേക്കാണ് ഒരു വാതിൽ തുറക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്ത നീക്കം എന്ന്. ഇസ്രായേൽ ആക്രമണിച്ചപ്പോൾ ഏത് വിധത്തിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലൊരു പ്രത്യാക്രമണത്തിന് മുതിരുക എന്ന സാഹസം ഇറാൻ കാണിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.